വാഷിംഗ് മെഷീൻ ലോയിഡിൻ്റെ ജാസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് കേട്ടോ. ഇത് മേടിച്ചിട്ട് 4 വർഷമായി. ഇതുവരെ ഇതിനകം നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഇന്നൊന്ന് ക്ലീൻ ചെയ്യണം. ടൈം കിട്ടിയപ്പോൾ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ വെച്ച് വാഷിംഗ് മെഷീൻ്റെ സംഭവം അടിവശം ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. പലർക്കും ഇത് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ വാഷിംഗ് മെഷീൻ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഈ നെറ്റ് നമുക്ക് എത്ര പിടിച്ചിട്ട് ഈ സാധനം നമ്മൾ എത്രയും ഹെവി ലോഡ് കൊടുത്തിട്ട് ഇത് അഴിയുന്നില്ല കേട്ടോ. അഴിയാത്ത അത്രയും ടൈറ്റാണ്. ഇത്രയും ദിവസം നമ്മൾ തുറക്കാതിരുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. 2 കൈയും ഉപയോഗിച്ച് നമ്മൾ അത്രയും പ്രസ് ചെയ്തിട്ട് ഈ സാധനം തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേറെ വഴിയുള്ളൂ. നമുക്കപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നെറ്റ് അഴിച്ചെടുക്കാം. നെറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുക്കുന്ന ടൈമിൽ ചില സമയത്ത് ഈ ഒരു സാധനം അവിടെ ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു ഇതിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഈ പോയിന്റിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ നെറ്റ് അഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ പോയിന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ അണ്ടറിലേക്ക് ഇറങ്ങിച്ചില്ല. അപ്പം ലൂസാവും. WD-40 അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ നെറ്റ് അഴിച്ചതിന് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നെറ്റ് തിരിച്ച് അഴിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് ഒന്ന് ടൈറ്റ് 2 ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഊരിയെടുക്കാം. ഈ സാധനം നമുക്ക് ഊരിയെടുക്കാം. കണ്ടില്ലേ? എന്നും പറഞ്ഞാൽ വലിയ രീതിക്കുള്ള അഴുക്കൊന്നും സംഭവം ഇതിൽ വന്നിട്ടില്ല. 3 വർഷമായി കേട്ടോ ഈ അഴുക്ക് ഇതിൽ വന്നിട്ട്. 3 വർഷത്തെ അഴുക്കാണ്. പക്ഷേ ഇത്ര അഴുക്കേ വന്നിട്ടുള്ളൂ. ചിലതിലൊക്കെ അഴിക്കുമ്പോൾ നല്ല അഴുക്കായിരിക്കും. ഇത് വല്ലപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്തില്ലേ നമ്മൾ വീണ്ടും കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ ഇടുന്ന ടൈമിൽ അവർക്ക് ഈ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എപ്പോഴും വാഷിംഗ് മെഷീൻ തുണി ഇടുന്നവർ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ബ്രഷ് ഇട്ട് അത്യാവശ്യം നമുക്ക് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊടിയൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ വെള്ളം ഏകദേശം അതിൻ്റെ അടിത്തട്ട് വരെ വെള്ളം ആയിട്ടുണ്ട്. നമുക്ക് അതിനെ ചെയ്ത് കൊടുക്കാം. ഇനി സ്പിൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പിൻ ചെയ്ത് കൊടുക്കാം. പൂർണ്ണമായിട്ട് വെള്ളം ഇറങ്ങിപ്പോൾ വേറെ രീതിക്കും കോരി കളയാനും ശ്രമിക്കില്ല. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളം ഡ്രെയിനായി പോകും. നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. രാഗമൊക്കെ നമുക്ക് പല്ല് കേൾക്കുന്ന ബ്രഷ് ഇട്ടെടുക്കാം. നമ്മൾ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്രഷർ വാഷാണ് ഏറ്റവും ബെറ്റർ. അത് വെച്ച് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ സംഭവം ക്ലീൻ ആവും. നമ്മളെന്തായാലും പല്ല് തേക്കുന്ന ബ്രഷും അതുപോലെ തന്നെ ഉപയോഗിച്ച് പല്ല് തേക്കുന്ന ബ്രഷ്, പിന്നെ നമ്മുടെ പെയിൻറ്റിങ് ബ്രഷ്, ഇതൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി എടുത്ത്. ഇതിൻ്റെ സോപ്പൊക്കെ വരുന്നത് ഡിറ്റർജൻസിൻ്റെ ഫിൽറ്ററാണ് കേട്ടോ. ആ ഫിൽറ്ററിനെ നമുക്ക് അഴിച്ച് കഴുകണം. അപ്പോൾ ഈ സാധനത്തിന് നമുക്ക് ഇതിനകത്താണ് ചെളി അടിയുന്നത്. ചെളി എത്രത്തോളം അടിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളതിനെ നല്ല രീതിക്ക് കഴുകി റെഡിയാക്കി എടുക്കണം. ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ഫിറ്റിങ്സുകൾ നമുക്ക് അതിലോട്ട് പിടിപ്പിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. എപ്പോഴും പവർ ഓഫ് ചെയ്തിട്ട് ഈ പറയുന്ന നമ്മൾ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സെൻസറാണല്ല, ഏതുവഴി വേണേലും നമുക്ക് എർത്ത് സപ്ലൈ ലീക്ക് ആകാം. അതുകൊണ്ട് ഒരു കാരണവശാലും ലൈനിലിട്ടുകൊണ്ട് ഇത് വർക്ക് ചെയ്യരുത്. അതിപ്പോൾ പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതാദ്യമേ ചെയ്യേണ്ടതായിരുന്നു, കുറച്ച് താമസിച്ചു പോയി. എന്നാലും നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം തുടർച്ചയായി നമ്മൾ ചെയ്യുന്നതായിരിക്കും.